എന്ത് നടക്കുമെന്ന് പേടിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഞാനിപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ശേഷം ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്കറിയില്ല, നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന സമയത്ത് ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പേടിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ടൈമിൽ എൻ്റെ ലൈഫ് ഫുള്ളും നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു തോട്ടൊന്ന് മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ശേഷം എന്താ പറയുക, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇപ്പം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ ആ ഒരു ലിസ്റ്റിലുള്ള ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പം നടന്ന് വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ എൻ്റെ വിഷൻ ബോർഡിലുള്ള വേറൊരു കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ ഇപ്പം കറണ്ട് വിഷൻ ബോർഡിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ എന്തൊക്കെയാണെന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോവും ലൈഫിൽ നമുക്ക് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ സമയം കളയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനവും കിട്ടും. ഇഫ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പോലും അറിയാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്ക് ചെയ്യേണ്ടെന്നല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പഠിക്കാനിരിക്കുമ്പം എനിക്ക് റാങ്ക് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഹാപ്പിനെസ് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു എന്തൊരു ഡബിൾ എനർജി എനിക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് എനിക്ക് ആ ഒരു മടിയൊക്കെ മാറി നന്നായിട്ട് പഠിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു റാങ്ക് കിട്ടിയത്, അത്രയും കിട്ടിയത് ആ ഒരു ചെറിയ ഗ്യാപ്പിനുള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം, പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി, അതുപോലെ നമ്മുടെ ആഗ്രഹത്തിനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതുവരെ നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത് ഒന്നും നമ്മൾ കാണത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഒത്തിരി സോഴ്സസ്, നമ്മൾ അതുവരെ നമ്മുടെ കൺമുന്നിൽ കാണാത്ത കാര്യങ്ങൾ, നമുക്ക് അതിലോട്ട് എത്താനുള്ള ഒത്തിരി വഴികൾ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് മേ ബി നമ്മുടെ ആ നെഗറ്റീവ് അടിച്ച് മൈൻഡ് ഫുള്ള് ഫോഗായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര മെൻ്റലി ഭയങ്കര ഹാപ്പി ആവും, ഭയങ്കര കോൺഫിഡൻ്റ് ആവും. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ എത്തിപ്പെടുന്നതായിരിക്കാം. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്.